അപ്പം ഇതാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ സെക്ഷനിൽ വേറൊരു ഒരു പ്രൊവിഷൻ ഉണ്ട്. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ഹിയറിൻ ഇൻ ദിസ് സെക്ഷൻ ഷാൽ അഫക്ട് ദ റൈറ്റ് ഓഫ് എ ട്രാൻസ്ഫറി, a bona fide transferee who has taken the property in good faith. ഈ ഒരു ഓപ്ഷൻ അറിയാതെ ഇനി വേറൊരു ട്രാൻസ്ഫർ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ഒരുത്തിന് എഴുതി കൊടുത്തിട്ട് എനിക്ക് പ്രോപ്പർട്ടി കിട്ടുമ്പം ഞാൻ ഇതൊരു നോർമൽ ആയിട്ട് വേറൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണെന്ന് നോക്കുക. അപ്പൊ അങ്ങനെ നടത്തുന്ന ട്രാൻസാക്ഷനിൽ ആ സബ്സിക്വന്റ് ട്രാൻസ്ഫറി, ഇഫ് ഹി ഈസ് നോട്ട് ഹാവിംഗ് ദ നോളജ് ഓഫ് ദ ഇനീഷ്യൽ ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷൻ ആദ്യത്തെ ഒരു ട്രാൻസ്ഫറി ഉണ്ടെന്നും അയാൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നും പറ്റി സബ്സിക്വന്റ് ട്രാൻസ്ഫറിക്ക് അതിനെ പറ്റി നോളജ് ഇല്ല എന്നുണ്ടെങ്കിലും സബ്സിക്വന്റ് ട്രാൻസ്ഫറി ഒരു പ്രോപ്പർ കൺസിഡറേഷൻ കൊടുത്താണ് ഈ ട്രാൻസ്ഫറി ആയെന്നുണ്ടെങ്കിൽ നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 43 ഓർ ദ ഡോക്ട്രിൻ ഓഫ് ഫീഡിംഗ് ദ എസ്റ്റോപ്പൽ, നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ ഷാൽ അഫക്ട് ദി ഓർ ഇമ്പയർ ദ റൈറ്റ് ഓഫ് എ സബ്സിക്വന്റ് transferee if that transferee has that's entered into the transaction without knowledge and for good consideration എന്നുള്ളതാണ് ആ സെക്ഷന്റെ വേറൊരു പോയിന്റ്. ഇനി ഇതിൻ്റെ അകത്ത് ആ ഒരു ഫീഡിംഗ് ദ ഗ്രാൻഡ് ബൈ എസ്റ്റോപ്പൽ അത്രയേ ഉള്ളൂ. ഇനി വേറൊരു കേസ് വരുന്നത് നമ്മൾ സെക്ഷൻ 51-ലാണ്. രണ്ട് കാര്യം കൂടെ ഉണ്ട്, സോറി. ഒന്ന് 51-ൽ പറയുന്ന വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ ഈ കോടതിയിൽ കേസൊക്കെ കൊടുത്ത് ഒഴിപ്പിക്കാൻ തന്നെ, പ്രത്യേകിച്ച് മോർഗേജ്, ഈ ഒരു റിഡംഷൻ ഓഫ് മോർഗേജ് സൂട്ട് അല്ലെങ്കിൽ ചില പാർട്ടീഷൻ സൂട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഫൈനൽ ഡിഗ്രി, നിങ്ങൾക്കറിയോ ഫൈനൽ ഡിഗ്രി, പ്രിലിമിനറി ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനമാണ്. അതായത് ഫസ്റ്റില് ഒരു പാർട്ടീഷൻ സൂട്ട് നമ്മൾ എപ്പം കൊടുത്താലും പാർട്ടീഷൻ സൂട്ട് നമ്മൾ കോടതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഡിഗ്രി വരുന്നത് അതിന്റെ ആ ഒരു എന്താണ്, ആർക്കൊക്കെ എത്ര ശതമാനം അല്ലെങ്കിൽ ടു വാട്ട് എക്സ്റ്റെന്റ് ദി പ്ലെയിന്റിഫ് ഓർ ഡിഫൻഡന്റ് ഈസ് എൻടൈറ്റിൽഡ് ടു എന്നുള്ളതാണ് പ്രിലിമിനറി ഡിഗ്രി ഓഫ് എ പാർട്ടിഷനിൽ. പ്രിലിമിനറി ഡിഗ്രിയിൽ അതേ വരുള്ളൂ. അപ്പൊ നമ്മൾ കോടതിയിൽ അന്യായം ഫയൽ ചെയ്തു, പത്രിക വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നിൽ മറ്റേ 10-ൽ 3 മറ്റേ 7-ൽ 2, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കപ്പാനിടയിൽ കുറെ മരണങ്ങളും ഇംപ്ലിമെന്റും ഒക്കെ നടക്കും. കാരണം ഈ ഒരു പാർട്ടിഷൻ സൂട്ട് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പം അങ്ങനെ നടക്കുമ്പോഴത്തേക്കും അവസാനം കോടതി പറയും plaintiff is entitled to 1/3, plaintiff 3 is entitled to 3/4 എന്നൊക്കെ പറഞ്ഞിട്ട് ആ to what extent the plaintiff or the defendant is entitled to എന്ന് പറയുന്നത് മാത്രമേ പ്രിലിമിനറി ഡിഗ്രിയിൽ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുകൊണ്ട് ഫൈനൽ ഡിഗ്രിക്ക് പോകുമ്പോഴാണ് നിൽപ്പ് അനുസരിച്ചിട്ട് ഇതിനെ തിരിച്ചെടുക്കുന്നത്, ഈ പ്രോപ്പർട്ടിയെ എന്ന് വെച്ചാൽ മീറ്റ്സ് ആൻഡ് ബൗണ്ട്സ് വെച്ചിട്ട് ഇതിനെ ഈ പ്രോപ്പർട്ടിയെ ഈ ഒരു എൻടൈറ്റിൽമെന്റ് വെച്ചിട്ട് അതിന്റെ വാല്യുവേഷൻ നോക്കിയിട്ട് വാല്യുവേഷൻ അനുസരിച്ചിട്ട് എക്സ്റ്റെൻഡ് വരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുന്ന ആ സമയത്താണ്. റിഡംഷൻ ഓഫ് മോർഗേജിലും അതേപോലെയാണ്. റിഡംഷന്റെ ഫൈനൽ ഡിഗ്രിയിലാണ് ഈ റെഡീം ചെയ്യുന്ന പ്രോപ്പർട്ടി. അപ്പൊ റെഡീം ചെയ്യുമ്പം ഇഫ് എ പേഴ്സൺ, എ ട്രാൻസ്ഫറി മേക്സ് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രോപ്പർട്ടി under a bona fide belief that he is entitled to do such improvement, and on a future date a person having a better title, he evicts this transferee, then the transferee is having 2 rights. അതായത് ഒരു ട്രാൻസ്ഫറി, ഒരു പ്രോപ്പർട്ടി ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാള് ബോണഫൈഡ് ആയിട്ട് ആ പ്രോപ്പർട്ടിയിൽ ഇംപ്രൂവ്മെന്റ്, എന്താണ് ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബിൽഡിംഗ് വെക്കുന്നതാവാം, മതിൽ കെട്ടുന്നതാവാം, നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് വെക്കുന്നതാവാം, ഇങ്ങനെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്. ഇഫ് എ ട്രാൻസ്ഫർ ദിസ് വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 51. അപ്പം ഇഫ് എ ട്രാൻസ്ഫറി അണ്ടർ ഗുഡ് ഫെയ്ത്ത് he does some improvements in the property, and on a future date he is evicted by a person who is having a better title, അങ്ങനെ വന്നു കഴിയുമ്പോൾ this transferee can claim the value of improvements from that particular person who is coming to evict him, or he is having the right to ask the other party to sell this property at the market value irrespective of the value of the improvement. അതായത് 2 ഓപ്ഷനാണ്. ഒന്ന് പറയാം, എനിക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ വസ്തുവിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ വാല്യൂ ഇത്ര രൂപയാണ്, സോ യു അസസ് ദി എമൗണ്ട് and pay the amount to me എന്ന് മറ്റേ ആളുടെ അടുത്ത് പറയാം. 1. രണ്ടാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് നമുക്ക് ആസ്ക് ചെയ്യാം, you sell, I have made so many improvements, so too much, this much improvements in the property, so you sell this property to me, I will pay the market value at that point. Eviction, എന്റെ eviction ചെയ്യുന്ന വരുന്ന സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ, പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ I'll pay it to you, you sell the property to me. ഈ 2 റൈറ്റ് ആണ് ഈ ഒരു transferee who has made improvements in a property is having. So this is contained in section 51. And
മറ്റേ ഫൈനൽ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മിക്ക ഫൈനൽ ഡിഗ്രി ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ കോടതിയും ബുക്കും നിൽക്കുമ്പോൾ അറിയാൻ പറ്റും വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്സ്. മറ്റേ ആൾ എപ്പോഴും വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടി ഒരു ക്ലെയിം ഫയൽ ചെയ്യും. അതായത് ഒഴിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും റിഡംഷൻ ഓഫ് മോർഗേജ്, അപ്പം ഒഴിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും മറ്റേ ആൾ പറയും എന്നെ ഒഴിപ്പിച്ചോ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇന്ന ഇംപ്രൂവ്മെന്റ്സ് ആ പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ട്, സോ യു പേ മീ ദ വാല്യൂ ഓർ ലെറ്റ് ദ കോർട്ട് ത്രൂ എ കമ്മീഷൻ അസസ് ദ വാല്യൂ ആൻഡ് പേ ഇറ്റ് ടു മീ. അപ്പൊ അങ്ങനെ ഒരു പ്രയർ മിക്ക നിങ്ങൾ നോക്കിയാൽ മതി. റിഡംഷൻ ഓഫ് മോർഗേജ് അല്ലെങ്കിൽ ഫൈനൽ ഡിഗ്രി, ഇതിന്റെ പാർട്ടിഷന്റെ ഒക്കെ ഫൈനൽ ഡിഗ്രി കൂടുതലും റിഡംഷൻ ഓഫ് മോർഗേജിലാണ്. റിഡംഷൻ ഓഫ് മോർഗേജ് അല്ലെങ്കിൽ ലെസ്സിയുടെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് നോക്കാം ഈ ഫൈനൽ ഡിഗ്രി ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് ചോദിക്കുന്നത്. അപ്പൊ വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് ചോദിക്കുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്, സെക്ഷൻ 51. ഇനി അവരെന്തെങ്കിലും ക്രോപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈസ് എൻടൈറ്റിൽ ടു ദ ക്രോപ്പ്. അപ്പൊ അവിടെ എന്തെങ്കിലും ചെടി നട്ടു വളർത്തിയിട്ടുണ്ടോ, അരിയോ അല്ലെങ്കിൽ നെല്ല് എന്തെങ്കിലും, അതിൽ എൻടൈറ്റിൽ ടു ക്രോപ്പ് ആൻഡ് ഹീസ് എൻടൈറ്റിൽ ടു ഗെറ്റ് ആക്സസ് ടു ദി പ്രോപ്പർട്ടി. അപ്പം ഈ രണ്ട് റൈറ്റ് ആണ് ഈ വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്. അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു സെക്ഷനാണ് വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ്. പിന്നെ ഉള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സോ സെക്ഷൻ 53, വെൽ കമ്മിങ് ടു സെക്ഷൻ 53, ഇറ്റ്സ് കോൾഡ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി നടക്കാറുള്ളതാണ്. ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി made with the intent to defeat or delay the creditors of the transferor shall be voidable at the option of the creditor so defeated or delayed. Apam every transfer of immovable property made with the intent to defeat or delay the creditor എന്തിനാ ചെയ്യുന്ന, സാധാരണഗതിയിൽ നമുക്കെതിരെ പൈസ ചോദിച്ച് ആരെങ്കിലും വരും, എനിക്കെതിരെ ഒരു ക്ലെയിം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, പ്രോപ്പർട്ടി പെട്ടെന്ന് അവരുടെ ആർക്കെങ്കിലും അറിയാവുന്ന ആൾക്കാരുടെ പേരിൽ എഴുതി വെക്കും വിത്തൗട്ട് കൺസിഡറേഷൻ. മോസ്റ്റ്ലി ഇറ്റ് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ. അങ്ങനെ എഴുതി വെക്കുന്ന ഒരു അങ്ങനത്തെ ട്രാൻസ്ഫർ ഇൻ ഓർഡർ ടു ഡിഫീറ്റ് ഓർ ഡിലേ ദി ക്രെഡിറ്റർ ഈസ് കോൾഡ് എ ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ. ദിസ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ ഷാൽ ബി voidable at the option of the creditor so defeated or deceived. അപ്പം ഇങ്ങനെ ഒരു ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ, സോ ദിസ് ട്രാൻസ്ഫർ ഈസ് മെയ്ഡ് ഓൺലി ടു ഡിഫീറ്റ് ദ ക്രെഡിറ്റർ. ക്രെഡിറ്റർ നാളെ എനിക്കെതിരെ ഫയൽ ചെയ്യും, സൂട്ട് എന്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, പ്രത്യേകിച്ച് ഒരു അഡിക്വേറ്റ് കൺസിഡറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു ആർക്കെങ്കിലും ഒരാളുടെ പേരിൽ ജസ്റ്റ് ഒരു ഷാം ഡോക്യുമെന്റ്, നമ്മൾ ഷാം ഡോക്യുമെന്റ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ഒരു ഷാം ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സച്ച് എ ട്രാൻസ്ഫർ ഈസ് കോൾഡ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ ആൻഡ് സച്ച് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ ഈസ് voidable at the instance of the creditor so deceived. അങ്ങനെ ആ ഒരു പറ്റിക്കപ്പെട്ട ക്രെഡിറ്ററിന് കോടതിയിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് കേസ് കൊടുക്കാം. കേസ് കൊടുക്കുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ voidable ആണെന്ന് ഡിക്ലെയർ ചെയ്യാനും കൂടെ അവർക്ക് സൂട്ട് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഇവിടെയും മറ്റേ കാര്യം പറയുന്നുണ്ട്, നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ ഷാൽ ഇമ്പയർ ദ റൈറ്റ് ഓഫ് എ ട്രാൻസ്ഫർ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ കൺസിഡറേഷൻ. ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? A transferee in good faith means a transferee who has done all the due diligence and due enquiry prior to entering into the transaction. അതിനെയാണ് നമ്മൾ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് സാധാരണഗതിയിൽ പറയുക. നമ്മൾ ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ പോകുമ്പോൾ സാധാരണ ഒരാൾ എന്തൊക്കെ പ്രോപ്പർട്ടിയെ പറ്റി അന്വേഷിക്കുകയോ അങ്ങനത്തെ അന്വേഷണങ്ങളെല്ലാം നടത്തി പ്രോപ്പർ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർ റൈറ്റ് ഷാൽ നോട്ട് ബി അഫക്റ്റഡ് ബൈ എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെക്ഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നത് ദ സൂട്ട് ക്യാൻ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എ ക്രെഡിറ്റർ ഫോർ ഹിംസെൽഫ് ആൻഡ് ഫോർ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ അതർ ക്രെഡിറ്റേഴ്സ്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് സൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രെഡിറ്ററിന് സ്വന്തമായിട്ട് സൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് അതർ ക്രെഡിറ്റേഴ്സ് ഓൾസോ. അപ്പൊ അങ്ങനെ ബാക്കി, അതായത് ഏത് പ്രൊവിഷനാണെന്നറിയോ, CPC-യിൽ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ, കുറെ ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് all the persons coming in and signing the wakalat and signing the suit, say one person by representing all the other persons having the same interest can file a suit against the defendant. അപ്പൊ അതിനൊരു പ്രൊവിഷൻ ഉണ്ടല്ലോ CPC-യിൽ, ആർക്കെങ്കിലും അറിയാമോ അത്? ഏതാണ്? ഓർഡർ 1 റൂൾ 10 അല്ലേ? ഓർഡർ 1 റൂൾ 10 എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിൻ്റെ നമ്മൾ പബ്ലിക്കേഷൻ ഒക്കെ നടത്തണം. ഇങ്ങനെ കോടതിയിൽ നമ്മൾ പേപ്പറിൽ പബ്ലിക്കേഷൻ നടത്താറുണ്ട്. ഓർഡർ 1 റൂൾ 10 പബ്ലിക്കേഷൻ. 8 ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്കത് ഓർമ്മയില്ല ഇപ്പൊ കറക്റ്റ് ആയിട്ട്.
പബ്ലിക്കേഷൻ നടത്താറുണ്ട്. സി ഐ ആം ഫയലിംഗ് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് n നമ്പർ ഓഫ് പീപ്പിൾ ഹാവിംഗ് ദ സെയിം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയും ഈ ഒരു സെക്ഷനിൽ അതിനുള്ള ഒരു ഓപ്ഷനും ഈ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 53 ആണ് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വരുന്നത്. ഇനിയിപ്പോ അടുത്ത ഇതുകൊണ്ട് നമുക്ക് സെയിൽ മോർഗേജ്, സെയിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ്. സോ ദ അതർ തിങ് വിൽ ബി okay, it is order 1 rule 8. So then what is order 1 rule 10? I think it is regarding the publication to be made, right? ആണോ, നോക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇപ്പം? ആണോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ നോക്കാം. സർ, പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ളല്ലേ? ആണോ, ഒരു മിനിറ്റ്. അതിനു മുമ്പ് നമ്മളൊരു പബ്ലിക്കേഷൻ ഒക്കെ നടത്തണം കോർട്ടിൽ. നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു മേക്ക് എ പബ്ലിക്കേഷൻ അണ്ടർ ഓർഡർ 1 റൂൾ 10. ഐ തിങ്ക് ഞാൻ നോക്കി ഞാൻ കൺഫേം ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഇതല്ലെങ്കിലും ഓക്കെ. എനിവേസ്, അടുത്ത ഇതിൽ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വിൽ മൂവ് ഓൺ ടു ദ മോർഗേജ്, വിച്ച് ഈസ് സ്ലൈറ്റ്ലി മോർഗേജ് ഒരു വലിയൊരു വേഴ്സ്റ്റ് ടോപ്പിക് ആണ്. 5-6 ടൈപ്പ് മോർഗേജ് ഉണ്ട്. അപ്പോൾ ആ മോർഗേജും അതെങ്ങനെയാണ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡും അതിന്റെ ലീഗൽ ഇഷ്യൂസ്, പിന്നെ സെയിൽ, മോർഗേജ്, ലീസ്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തോടുകൂടി നമുക്ക് അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഓൾറെഡി കവേർഡ് ആണ്. ഓർഡർ 1 റൂൾ 10 അണ്ടർ. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിത്തിങ് യു കൻ ആസ്ക്, യു വാണ്ട് ടു ആസ്ക്, യു കൻ ആസ്ക്. താങ്ക് യു. The different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional